കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടത് വടക്കുനാഥന്റെ ക്ഷേത്രത്തിലേക്ക് ഗൗരിയും കൊണ്ട് ശങ്കർ പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ക്ഷേത്രത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഗൗരിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം ഗൗരീനെ ആ ക്ഷേത്രത്തിൽ വെച്ചാണ് ശങ്കർ കാണുന്നത്. വീണ്ടും അങ്ങോട്ട് തന്നെ ഗൗരിയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഗൗരിക്ക് ഒരു ആപത്തിലും ഗൗരീനെ പെടുത്തല്ലേ, എല്ലാ ആപത്തിലും നിന്ന് അവളെ കാത്തോണം, അവൾക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകണമെന്ന് പറഞ്ഞ് വടക്കുന്നാഥന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഗൗരി ശങ്കറിന് വേണ്ടിയിട്ടാണ് ഗൗരിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം ധ്രുവന്റെ പിടിയിൽ നിന്നും ശങ്കറിനെ രക്ഷിക്കണം. ഇനി ഒരു കാരണവശാലും അവർ തമ്മിൽ കാണാൻ ഇടവല്ല, ഒരു ആപത്തും എന്റെ ശങ്കറിന് ഉണ്ടാവില്ലെന്നും പറഞ്ഞോണ്ടാ ഗൗരി പ്രാർത്ഥിച്ച്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പ്രസാദവും വാങ്ങി അവർ പുറത്തിറങ്ങുവാണ്. ഇറങ്ങി കഴിഞ്ഞപ്പോ ഗൗരി ചോദിച്ചു, അല്ല അടുത്ത പ്ലാൻ എന്താ? എനിക്ക് എന്തോ വലിയ സർപ്രൈസ് തരാനുണ്ടെന്ന് ശങ്കർ പറഞ്ഞായിരുന്നു, അതെന്താന്ന് മാത്രം പറഞ്ഞില്ല. സർപ്രൈസോ? അതൊക്കെയുണ്ട്. അല്ല ഇതൊരു സർപ്രൈസ് അല്ലേ? ഇതല്ല, വേറെ എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ കേറ്, നമുക്കൊരു സ്ഥലം വരെ പോകാം. എങ്ങോട്ടാന്ന് പറ, എന്നാലും ഞാൻ കേറുന്നുള്ളൂ. എന്നാലേ കേറത്തുള്ളൂ. എന്നാ വേണ്ട ഇവിടെ നിന്നോളാൻ പറയാം. എന്നെ ശങ്കറെ, കാര്യം എന്താന്ന് പറ. നീ ആദ്യം കേറ് ഗൗരി എന്ന് പറയണേ. ഗൗരി കേറി. പക്ഷെ ശങ്കർ സർപ്രൈസ് എന്താന്ന് പറഞ്ഞില്ല. ഗൗരി എന്ത് ചെയ്യണം? പെട്ടെന്ന് ശങ്കറിനെ തോളത്തങ്ങോട്ട് കടിക്കുക. അയ്യോ എനിക്ക് വേദന എടുക്കുമെന്ന് പറയാം. വേദന എടുക്കട്ടെ. അതെ, സർപ്രൈസ് എന്താന്ന് പറയാത്തോണ്ടാ ഞാൻ കടിച്ചത്. പറഞ്ഞു കേട്ടല്ലോ, ഇത് നന്നായിട്ട് വേദനിപ്പിച്ച് കടിക്കും. എങ്ങോട്ടാ പോകുന്നെന്ന് പറ. ഒരു സ്ഥലം വരെ പോകാനുണ്ട്, അവിടെ ചെന്നിട്ട് നീ അറിഞ്ഞാൽ മതി എന്ന് പറയാം. ഗൗരിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. പിന്നീട് ഗൗരി ചോദിച്ചു, പറ ശങ്കരേ എന്ന് പറയണം. അതെന്താ എൻ്റെ കൂടെ വരാൻ നിനക്ക് പേടിയുണ്ടോന്ന് ചോദിക്കാം. പേടിയൊന്നും ഇല്ല, പിന്നെ ഞാൻ ചോദിച്ചെന്നുള്ളതെന്ന് പറയണം. എന്നാ ശരി, അവിടെ അടങ്ങിയിരിക്കാൻ പറയാണ്. പിന്നീട് ശങ്കർ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് പ്രൊഫസറുടെ വീട്ടിൽ നന്ദിനിയമ്മ വല്ലാത്ത സങ്കടത്തിലായിരുന്നു. ഒന്ന് ഗൗരീനെ വിളിക്കണമെന്നുണ്ട്, പക്ഷെ ആരതി അതിന് സമ്മതിച്ചില്ല. ഇനി എന്ത് ചെയ്യും? പാവം ഗൗരിമോള്, അവളുടെ ഉള്ളിൽ നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരിക്കും. ആദ്യമായിട്ടാണ് താൻ ഇങ്ങനെയൊക്കെ അവളോട് ദേഷ്യപ്പെടുന്നേ. ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ? വേണ്ട, ഇനിയിപ്പോൾ ആരതി എങ്ങാനും കേട്ടോണ്ട് വന്നിട്ട് പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നന്ദിനിയമ്മ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് പ്രൊഫസർ അങ്ങോട്ട് വരുന്നത്. പ്രൊഫസർ വന്നു കഴിഞ്ഞപ്പം നന്ദിനിയമ്മയുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം പ്രൊഫസർ, അതൊന്നും കുഴപ്പമില്ല, ഗൗരിക്ക് നമ്മുടെ മനസ്സറിയാനായിട്ട് കഴിയും. ഗൗരി ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ലെന്ന് അറിയാലോ. എന്തെങ്കിലും ഒരു കാരണം ഇതിന് പിന്നെ ഒരു പക്ഷേ കാണുമായിരിക്കും. പക്ഷേ നന്ദിനി നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾക്ക് സഹിച്ച് കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അവൾ വിളിക്കാത്തതെന്ന് പറയാം. ഞാനൊന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, അവളുടെ മനസ്സിലെ സങ്കടങ്ങളും വേദനകളും ഒക്കെ മാറിക്കഴിയുമ്പോൾ അവൾ തന്നെ ഇങ്ങോട്ട് വിളിച്ചോളും. അല്ലെങ്കിലും അധിക ദിവസമൊന്നും അവൾക്ക് വിളിക്കാതിരിക്കാനും പറ്റില്ല നന്ദിനി. അവൾ ഉറപ്പായിട്ട് ഇങ്ങോട്ട് വിളിക്കും. എൻ്റെ മനസ്സങ്ങനെ പറയുന്നു പറയാണ്. ഈ സമയത്ത് നേരെ വേണി മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ആദർശ് ഒരു പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വേണിനെ കണ്ട പുസ്തകമൊക്കെ താഴെ വെച്ചിട്ട് വേണിയോട് സംസാരിക്കുകയായിരുന്നു. ഈ സമയം വേണി പറഞ്ഞു, അല്ല എപ്പോഴും അങ്ങനെ പുസ്തകമൊക്കെ വായിച്ചിരുന്നാൽ മതിയോ? നമുക്കൊന്ന് എഴുന്നേറ്റ് നടക്കുകയൊക്കെ വേണ്ടേന്ന് ചോദിക്കാം. എഴുന്നേറ്റ് നടക്കണം, അതെ ബാ ഞാൻ പിടിക്കാന്നും പറഞ്ഞുകൊണ്ട് വേണി നേരെ ആദർശിന്റെ കയ്യെ പിടിക്കുകയാണ്. പിന്നെ ഒരു വാക്കർ പോലെ ഇതുണ്ട്, അത്തേലേക്ക് പിടിച്ച് നിർത്തും. നിർത്തിയിട്ട് പറഞ്ഞു, അതെ പതുക്കെ പതുക്കെ പിച്ചു വെച്ച് നടന്നാൽ മതി എന്ന് പറയാണ്. ധൃതിയൊന്നും പെടണ്ട, പതുക്കെ മതി എന്ന് പറയാ. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഞാൻ ഏകദേശം ഓക്കെ വരുന്നുണ്ട്, എനിക്ക് കാലെടുത്ത് വെക്കാനൊക്കെ സാധിക്കുന്നില്ലേന്ന് പറയാം. ആദർശ് പറഞ്ഞു, നടക്കാൻ തുടങ്ങിയിട്ട് വേണം, എനിക്ക് ഒത്തിരി ഒത്തിരി മോഹങ്ങളുണ്ട്. നിന്നെയും കൊണ്ട് എനിക്ക് പുറത്തെല്ലാം ചുറ്റി കറങ്ങണം, എൻ്റെ ഒത്തിരി ആഗ്രഹങ്ങളാ. നമ്മൾ എഴുന്നേറ്റ് നടക്കണ സമയത്ത് നമ്മൾ ഒന്നും ചിന്തിക്കുക പോലില്ല വേണി. പക്ഷെ ഒരു ദിവസം നമ്മൾ കിടപ്പിലായി പോയി കഴിയുമ്പോഴാ നമ്മൾ ആ എഴുന്നേറ്റ് നടന്നതിൻ്റെ ആ ഒരു നമുക്ക് മനസ്സിലാവുന്നേ. എഴുന്നേക്കാൻ പറ്റില്ലെന്ന് അറിയുമ്പോൾ നമുക്കൊരു വേദനയുണ്ട്, അത് അനുഭവിച്ചവർക്കേ അറിയാത്തുള്ളൂ എന്ന് പറയാം. വേണി പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തിനാ ചിന്തിക്കുന്നത്? നമ്മൾ മനസ്സിനെ ബോൾഡാക്കി വെക്കണം. ഒരു പക്ഷേ ആദർശേൻ്റെ മനോധൈര്യം കൊണ്ട് മാത്രമാണ് ആദർശേണ്ണ ഇപ്പോൾ എഴുന്നേറ്റ് നടന്നതെന്ന് പറയാം. അതൊക്കെ ശരി തന്നെയായിരിക്കും. അതിന് പക്ഷേ കാരണക്കാരി ആരതി മോളുവാ. അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഒരിക്കലും എഴുന്നേറ്റെന്ന് വരില്ല. അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആദർശേട്ടൻ എഴുന്നേക്കും. എനിക്കത് ഉറച്ചു വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ട്. അതെന്താ ആദർശേട്ടാ? അല്ല, ഞാൻ എഴുന്നേറ്റ് നിന്ന് നിന്റെ കൈയും പിടിച്ച് എനിക്ക് ചാരങ്ങാട്ട് വീട്ടിലേക്ക് ചെല്ലണം. അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയാം. അതൊക്കെ നടക്കുന്നേ, ഉറപ്പായിട്ടും നടക്കും. ഈ വേണിയല്ലേ പറയണേ, ഞാൻ ആദർശേൻ്റെ കൈയും പിടിച്ച് ചാരങ്ങാട്ട് വീട്ടിലേക്ക് ചെല്ലും. അച്ഛൻ്റെ മുന്നിൽ പോയാലും നിപ്പ് നിൽക്കും, കണ്ടോന്ന് പറയാണ്. ആദർശന് അത് മാത്രമല്ല, വേണിയോട് എനിക്ക് വേറെ പല ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ കള്ളത്തരം പറഞ്ഞ് അമ്മേനെയും അച്ഛനെയും ഒക്കെ പറ്റിച്ചു. നീ ഗർഭിണിയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് വേണം, കണ്ടല്ലോ. ഇനിയിപ്പോൾ ആ കള്ളത്തരം നമുക്ക് സത്യമാക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ വേണി പറഞ്ഞു, ആദ്യം ഒന്ന് എഴുന്നേറ്റ് നടക്ക്, എന്നിട്ടല്ലേ എന്ന് പറയണം. ആദർശം, എനിക്കറിയാം നീ എന്നെ എത്രമാത്രം ഒരു കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ നീ ആഗ്രഹിച്ച സമയത്തൊന്നും നിന്നെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. പക്ഷെ മനസ്സിലായി വന്നപ്പോഴത്തേനും ഈ അവസ്ഥയായിപ്പോയി.
ഞാൻ ആദർശനോട് ഞാൻ പറഞ്ഞു ഇനി ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് ബാ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ വാക്കറയിൽ ഇങ്ങനെ പിച്ച വെച്ച് ആദർശനെ നടത്തിക്കുവാണ് വേണി. ഈ സമയത്ത് ഗംഗ ആകെപ്പാടെ കൺഫ്യൂഷനാ. ഗംഗയാണെങ്കിൽ ശങ്കറിനെ ഒന്ന് വിളിച്ചു നോക്കി, വിളിച്ചുകൊണ്ട് കോളും എടുക്കുന്നില്ല. ഒരു പക്ഷേങ്കിൽ രാധമ്മായി വന്ന കാര്യം ശരിയായിരിക്കും, തൻ്റെ മനസ്സിൽ അല്ല ശങ്കറിന്റെ മനസ്സിൽ ഇപ്പം താൻ മാത്രമായിരിക്കും. ഇപ്പം ഗൗരിയോട് കാണിക്കുന്ന വെറുതെ കപട സ്നേഹമാണോ? ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ ഗുരുവായൂരപ്പ. എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചാട്ട്. രാധമ്മായി അങ്ങനെ പറയണമെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു കാരണം കാണും. വെറുതെ അമ്മ അങ്ങനെ എന്താളും പറയത്തില്ല, എന്താണെന്നറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ശങ്കറിന്റെ മനസ്സിലുണ്ടോ, തന്നെക്കുറിച്ച് വല്ല സ്നേഹം ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കണം. അത് എത്രയും പെട്ടെന്ന്. അല്ല ഇഷ്ടമില്ലാതെ പിന്നെ ആരും എത്ര ഒന്നും എഴുതി വെക്കത്തില്ല. ടെസ്റ്റേലും അത് മാത്രമല്ല പുസ്തകത്തിനകത്ത് കുറേ ലെറ്റർ കണ്ടു, എല്ലാം തനിക്ക് വേണ്ടിയിട്ട് ശങ്കർ എഴുതിയേക്കുന്ന. തന്നെ ഇത്ര മാത്രം സ്നേഹിച്ചായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ അവൻ ഗൗരിനെ വിവാഹം കഴിച്ചേ? അങ്ങനെ 100 ചോദ്യങ്ങൾ ഗംഗയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പക്ഷെ അതിന് വ്യക്തമായിട്ടൊരു ഉത്തരം ഗംഗയ്ക്ക് കിട്ടിയില്ല. കാരണം എങ്ങനെ കിട്ടാനാ? ആ ലെറ്ററൊക്കെ എഴുതി മഹാദേവനും തങ്കച്ചി എല്ലാവരും കൂടെ കൂടിയിട്ടല്ലേ അത് കുമാരൻ വക്കീലെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുമല്ലേ ചെയ്തേ. പക്ഷെ അത് ഗംഗയ്ക്ക് അറിയത്തില്ലോ. ഗംഗ ഇതിനെക്കുറിച്ച് ശങ്കറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്താൽ മാത്രമേ ഗംഗയുടെ മനസ്സിലെ തെറ്റിദ്ധാരണകൾ മാറുള്ളൂ. പിന്നീട് ഗൗരീനെയും കൊണ്ട് ശങ്കർ പോകുന്ന നേരെ ആഴിമല ക്ഷേത്രത്തിലേക്കായിരുന്നു, ആഴിമലയിലേക്കായിരുന്നു. അവിടെ വലിയ ശിവന്റെ ഒരു വിഗ്രഹമുണ്ട്, വലിയൊരു പ്രതിമയുണ്ട്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഗൗരിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഗൗരിയോട് ചോദിച്ചു, അല്ല നീ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചോ ഞാൻ ഇങ്ങോട്ട് നിന്നെ കൊണ്ടുവരുന്നുള്ള? ഇല്ല ഉണ്ടല്ലേ, ആഴിമല വരെ എത്തിയെന്ന് പറയണം. ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി. അല്ല ശങ്കർ എന്ത് പറ്റി ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്? എന്തെങ്കിലും കാരണമുണ്ടെന്ന് ചോദിക്കും. ഇറങ്ങിയതല്ലേ, നിനക്കറിയാലോ ഞാൻ ഭയങ്കര ശിവഭക്തനാന്നുള്ള കാര്യം. അതൊക്കെ എനിക്കറിയാം ശങ്കർ എന്ന് പറയാണ്. പക്ഷെ ഇതൊന്നും അല്ലല്ലോ സർപ്രൈസോ? അതോ ഇനിയിപ്പോൾ ഇതാണോ സർപ്രൈസ്? ആഴിമല ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാമെന്ന് വല്ല നേർച്ച ഉണ്ടായിരുന്നെന്ന് ചോദിക്കാം. അങ്ങനെ നേർച്ചയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ സർപ്രൈസ് ഇതൊന്നും അല്ലാന്ന് പറഞ്ഞു. സർപ്രൈസ് ഇതല്ലേ, പിന്നെ എന്താ ഇനി എന്താ സർപ്രൈസ്? ദേ കുറെ സമയമായിട്ടോട്ട് എന്നെയായിട്ട് വട്ടം ചുറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ വന്നു കഴിയുമ്പോഴെങ്കിലും കാര്യം എന്താന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതുവരെയായിട്ടും ശങ്കറിനോട് കാര്യം എന്താന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴെന്നോട് എനിക്കറിയണം, ഇല്ലെങ്കിൽ ഞാൻ ഈ ശങ്കറിനോട് വരത്തില്ലെന്ന് പറയാം. ഭാഗ്യവരി ഇന്ന് ഇങ്ങോട്ട് വാ, നിനക്കിവിടെ ഞാൻ വമ്പ സർപ്രൈസ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഗൗരിക്ക് പക്ഷെ എന്നെ അന്ന് കത്തിയില്ല. പിന്നീട് ശങ്കറിന് ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ എല്ലാം ചുറ്റി തണത് കാണാമെന്ന് പറയാണ്. പിന്നീട് അവര് അഴിമല ആ വിഗ്രഹത്തിന്റെ ആ പ്രതിമയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അവിടെ എല്ലാം ചുറ്റി നടന്ന് കുറെ സമയങ്ങൾ ചെലവഴിച്ചു. പിന്നീട് പറഞ്ഞ് ബാധം പറഞ്ഞിട്ട് ഗൗരിയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോവാണ്. അപ്പം ഗൗരിക്ക് അറിയത്തില്ല എന്ത് സർപ്രൈസാണ് തനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്. അപ്പം ആകാംക്ഷപൂർവ്വം ഗൗരിയെ പുറകെ പോവാണ്. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇപ്പം ഇന്നലെ നമ്മൾ വിചാരിച്ചു ഇന്നെങ്കിലും ആ സർപ്രൈസ് എന്താന്ന് കാണിക്കുമെന്നൊക്കെ, പക്ഷെ ഇന്നും കാണിച്ചില്ല. ഒരു പക്ഷേ ശങ്കറിന്റെ ഉള്ളിൽ ആ വലിയ ആഗ്രഹം ഗൗരിയെ വീണ്ടും പഠിപ്പിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണം എന്നുള്ളതൊക്കെ ആയിരിക്കണം. അതായിരിക്കണം ഒരു പക്ഷേ വലിയ സർപ്രൈസ് ഒക്കെ, എന്താന്ന് നമുക്ക് അറിയത്തില്ല. എന്താണെങ്കിലും നാളത്തെ വിശേഷത്തിൽ ഫുൾ വിശേഷം ചിലപ്പോൾ കാണിക്കുമായിരിക്കും സർപ്രൈസ് എന്താണെന്നുള്ളത്. അതോ ഇനിയിപ്പോൾ നാളെ കാണിക്കത്തില്ലേ മറ്റന്നാളൊന്നും അറിയത്തില്ല. അപ്പം അതിൻ്റെ ഫുൾ വിശേഷം വരുമ്പം ഞാൻ പറയാട്ടോ സർപ്രൈസ് എന്താണെന്നുള്ളത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.